കോഴിക്കോട് പോയ വ്ളോഗാണ്. ഇങ്ങനെ രാത്രി ഇരിക്കുമ്പോൾ കോഴിക്കോട് പോവാന്ന് പറഞ്ഞിട്ട് പോയത്. വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിട്ടോ. അങ്ങനെ രാവിലെ ഇറങ്ങി കോഴിക്കോടേക്ക്. വെയിലൊന്നും ഉണ്ടായിട്ട് അങ്ങനെ മഴ ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടാ പോകുന്നത്. പിന്നെ ഡയറക്റ്റ് പോയ ഹൈലൈറ്റ് മാളിലേക്ക്, ഉച്ചയാകുമ്പോൾ ഹൈലൈറ്റ് മാളിലെത്തി. ഓഹോ കാതൽ என் கவியே, நீ என் அருகில் வந்தாலே உலகம் ஏன் இருளுது, பகலிரவாய் மாறுது, வளைவினில் எல்லாம் வளைந்து தொலைந்து போவேனானே. நீயே வெண்பனியே, தீயின் சுவையும் நீயே, உன்னில் மெது மெதுவாக பயணங்கள் போல தொடங்கிடவா. மனம் ஒரு கணம் கொதிகலனாக. ഇങ്ങനെ മാളിൻ്റെ ഉള്ളിൽ കയറി. ഞങ്ങൾ മേങ്ങാനൊന്നുമില്ല, ഇങ്ങനെ കാണാന്ന് പറഞ്ഞിട്ട് കയറിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്നു കുറേ. സ്നോ ഫാൻറ്റസിയിൽ കയറണം പറഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത് തന്നെ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാനും കഴിഞ്ഞിട്ട് ഇസാക്ക് 1 വയസ്സാവാണ്ട് കയറാൻ കഴിയാൻ ചിലവർ. അത് നല്ലോണം ബേജാറായി. അതിൻ്റെ ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയാണ്ടിരിക്കുമ്പോൾ ഇസാക്ക് നല്ല ഇഷ്ടമായി. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളൂ. നല്ല ഹാപ്പി ആയിരുന്നു. കുറേ ലൈറ്റ്സ് എല്ലാം കണ്ടിട്ടൊക്കെ. ഈ ലൈറ്റ്സ് എല്ലാം ഭയങ്കര ഇഷ്ടം. പിന്നെ മാക്സ് കണ്ടിട്ടാകുമ്പോൾ മാക്സിൻ്റെ ഉള്ളിൽ കയറി നോക്കി. വെറുതെ ഇങ്ങനെ ഡ്രസ്സ് നോക്കിയിട്ട് കയറിയിട്ട് ചെയ്യാൻ കേട്ടോ. ഒന്നും എടുക്കാനും വേണ്ടിയിട്ടൊന്നുമല്ല. എപ്പോഴും അങ്ങനെ അവിടെ കണ്ടെങ്കിൽ കയറും. ഒന്നും എടുത്തിട്ടൊന്നുമില്ല, എല്ലാം നോക്കിയിട്ട് കറങ്ങിയിട്ട് ചെയ്യുന്നു. നമ്മൾ പോയത് ഞായറാഴ്ച, തിങ്കളാഴ്ച സ്കൂൾ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയ ടൈം. പിന്നെ മോളിൽ ഫുഡ് കോർട്ടിൽ പോയി. അവിടുന്ന് ഫുഡിന് കുറേ വെയിറ്റ് ആക്കി ഫുഡിന് വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് ഫുഡും കിട്ടി, സീറ്റും കിട്ടി. ഫുഡെല്ലാം തന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാകുമ്പോൾ ഒരു ഗെയിമിൻ്റെ സെക്ഷൻ ഉണ്ട്. അവിടെ പിന്നെ നമുക്ക് രണ്ടാക്കും ഗെയിമിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ കുറേ ടൈം ലേറ്റ് ആക്കാനും കഴിയില്ല. ഇസ ഉണ്ടാകുമ്പോൾ അവിടെയൊന്നും കയറിയിട്ടുമില്ല. പിന്നെ നേരെ പോയത് സുഡിയോയിലേക്ക്. സുഡിയോയിൽ ഭയങ്കര തിരക്ക്, കയറാനുള്ളൊരു സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ അവിടെ കയറി കീഞ്ഞ്. പിന്നെ നമുക്ക് അവിടെ സ്വീറ്റ് കോൺ ഉണ്ട്. സ്വീറ്റ് കോൺ നമ്മൾ എടുക്കണമെങ്കിൽ 2 ആൾ തിന്നു. ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ചെയ്യാന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കുറേ ലൈറ്റാക്കാൻ കഴിയും. തിരിച്ചിട്ട് നമുക്ക് കണ്ണൂരേക്ക് എത്താനുള്ളത്. ഇറങ്ങിയിട്ടാകുമ്പോൾ പിന്നെ മഴയായിട്ട് ഒരിടത്ത് കുറേ സമയം ഇങ്ങനെ മഴയും കൊണ്ട് കളിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് മടവൂരേക്ക്. മടവൂർ അങ്ങനെ ഞാൻ നല്ല തിരക്കുണ്ടായില്ല. മടവൂർ അവിടെ പോയിട്ട് കുറേ സമയം അവിടെ നിന്ന്
പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ട് പുറത്തൊരു ഹോട്ടലുണ്ടായിന്, അവിടെ പോയി ചായ കുടിച്ച് രണ്ടാളും. பகலிரவாய் மாறுது வளைவினில் எல்லாம் வளைந்து தொலைந்து போவேனானே. நீயே வெண்பனியே தீயின் சுவையும் நீயே, உன்னில் மெது மெதுவாக பயணங்கள் போல தொடங்கிடவா. ഇത് ഭയങ്കര ഹാപ്പിയാണ്. ഇസൻ ഇങ്ങനെ കറങ്ങാൻ പോകുന്നതിൽ ഭയങ്കര ഇഷ്ടം. അവളെ കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒക്കെ ഡ്രസ്സ് മാറ്റിക്കൊടുത്ത് പിന്നെ ആദിലെ മയവനത്ത് കുറേ സമയം ആ മയം കൊണ്ട് അവിടെ ഇരുന്നു. வரைவேன் காதல் கவிதை துடுப்பாக மாறுவேன், உன் கரையை தாண்டுவேன். அடி ராட்சசியே கூச்சம் காணலே, உன் மறைவுகளும் முத்தம் கேட்கிறதே. ஒரு வேதியல் വേഗം കണ്ണൂരേക്ക് എത്തണം എന്നുള്ള ഒരിക്കല് വേഗം അവിടുന്ന് വിട്ട് പിന്നെ ഒരു ഹോട്ടലിൽ കാണുമ്പോൾ അവിടെ കയറിയിട്ടായിട്ട് ഫുഡ് കഴിച്ച് காதல் ஏன் கவியே, நீ என் அருகில் வந்தாலே உலகம் ஏன் இருளுது, பகலிரவாய் மாறுது வளைவினில் எல்லாம் வளைந்து தொலைந்து போவேனா. പിന്നെ നമ്മൾ കണ്ണൂരൊക്കെ എത്തിയിട്ട് പിന്നെ നേരെ നെസ്റ്റോളിലേക്ക് പോയി. നെസ്റ്റോളിൽ നമ്മൾ പോയിട്ടുണ്ടായിട്ട് അങ്ങനെ നെസ്റ്റോളിൽ കയറിയിട്ട് പിന്നെ പിസ്സക്ക് ഫീഡാക്കി. പിസ്സ ഭയങ്കര കരച്ചിലായിരുന്നു. ഫീഡാക്കി പിന്നെ ഫീഡാക്കിയ ശേഷം ഭയങ്കര എനർജി. അവിടെ കുറേ സമയം ഇരുന്ന് എന്നിട്ട് ആടുന്നു. അങ്ങനെ മാക്സിൽ കണ്ടപാട് മാക്സിൽ കയറി ആടുന്ന് ഒന്നും എടുത്തിട്ട പുറത്തേക്ക് ഇനി പിന്നെ ഇസാക്കും വേണ്ടിയിട്ടാണ് നോക്കിയത്. ഒന്നും എടുത്തിട്ടൊന്നുമില്ല, നോക്കി കഴിഞ്ഞ് നല്ല കളക്ഷൻസ് ഉണ്ടായിനാട് പിള്ളേർക്കെല്ലാം. விடு என்று உதடுகள் தான் கெஞ்ச. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അതിന് നല്ല ചായയും അപ്പം മിക്സും തന്നു. എന്നിട്ട് പിന്നെ പോയത് നേരെ പെരക്കേക്ക്. നല്ലോണം ക്ഷീണമായിട്ടുണ്ടായിന്. അപ്പം ഇതെൻ്റെ ആദ്യത്തെ ഓൺ വോയിസാണ്. നേരെ ഉണ്ടാണെന്ന് നമുക്കറിയില്ല. പിന്നെ ഇത്ര തന്നെ. ഇതാണ് നമ്മൾ കോഴിക്കോട് പോയ ഒരു കുട്ടി വ്ളോഗ്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.